ഇത് നമ്മളിപ്പോൾ എടുക്കുന്നത് ചാപ്റ്റർ 1 ക്ലാസ് 8-ലെയാണ് എ സ്ക്വയർ ആൻഡ് ക്യൂബ് എന്നുള്ളത്. ഇതിൽ ഫസ്റ്റ് പോർഷനാണ് പറഞ്ഞു തരുന്നത്. ഈ ചാപ്റ്ററിൽ സ്റ്റോറിയാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഒരു രാജകുമാരിയുടെയും മകൻ്റെയും കഥ പറഞ്ഞുകൊണ്ടാണ്, ക്യൂവിൻ്റെയും കഥ പറഞ്ഞുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഇംഗ്ലീഷിലുള്ളത് നിങ്ങൾ വായിച്ചു നോക്കുക. ഞാൻ മലയാളത്തിലുള്ളൊരു സാരാംശം പറഞ്ഞുതരാം. ക്യൂൻ രത്നമഞ്ജൂരി, അതാണ് കുമാരിയുടെ പേര്. അപ്പോൾ ഈ രാജ്ഞി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, വയസ്സായി കഴിയുമ്പോൾ നമ്മളെല്ലാവരും എന്ത് ചെയ്യും, നമ്മളൊരു വിൽപത്രം ഉണ്ടാക്കും. അപ്പം ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് രത്നാസ്, പ്രഷ്യസ് സ്റ്റോൺ, നമുക്കറിയാമല്ലോ രത്നങ്ങളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ രത്നങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ ഒരു പസിൽ പറഞ്ഞിട്ടുണ്ട്. ആ പസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വത്ത് വിഭാഗിക്കുമ്പോൾ രാജകുമാരിയുടെ മകനും ഉണ്ട്, അതുപോലെ തന്നെ 99 റിലേറ്റീവ്സും ഉണ്ട്. ഹൊയ്സ്നാം എന്നാണ് മകൻ്റെ പേര്. മകനും 99 റിലേറ്റീവ്സും ഉണ്ട്. അപ്പോൾ വിൽപത്രം വായിക്കുകയാണ്. ഈ വിൽപത്രം വായിക്കുമ്പോൾ രാജകുമാരിയുടെ ആഗ്രഹം ഫുൾ സ്വത്തും അല്ലെങ്കിൽ മുഴുവൻ രത്നവും മകന് കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. റിലേറ്റീവ്സിനൊന്നും കിട്ടരുത്. പക്ഷെ ഇത് മൊത്തം മകന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ എങ്ങനെയെങ്കിലും മോൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ റിലേറ്റീവ്സ് പരസ്പരം പറയും, അമ്മ മോനെ മൊത്തം കൊടുത്തു, ഞങ്ങൾക്ക് ആർക്കും ഒന്നും തന്നില്ല എന്ന് പറയും. അപ്പം ഇതിന് വേണ്ടിയിട്ടാണ് രാജകുമാരി എന്ത് ചെയ്തത്, ഒരു പസിൽ ഉണ്ടാക്കിയത്. അപ്പം പസിലിന് ഒരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പസിലിൻ്റെ പ്രത്യേകത മോനെ ഇവർ നേരത്തെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം മോനെ പഠിപ്പിച്ചുകൊണ്ട് മോൻ എന്തായാലും ഈ പസിൽ സോൾവ് ചെയ്ത് രാജകുമാരിയുടെ രത്നം മൊത്തം കിട്ടുന്ന അവർക്കറിയാം. കവിലിൻ്റെ അകത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഞാനൊരു പസിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ 199 റിലേറ്റീവ്സും മോനും കൂടി വരുമ്പോൾ മൊത്തം 100 പേരല്ലേ തന്നെ. 100 പേരും ഒരേ സമയത്തിൽ ആൻസർ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ രത്നാസ് എല്ലാം ഈക്വലി ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അല്ല, ഒരാളാണ് ആദ്യമേ ഇത് കണ്ടുപിടിക്കുന്നതെങ്കിൽ അയാൾക്കായിരിക്കും എൻ്റെ സ്വത്ത് മുഴുവൻ കിട്ടുന്നത്. ഗുഡ് ലക്ക് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം മിനിസ്റ്റർ ടു ഹൊയ്സ്നാം ആൻഡ് ഹിസ് 99 റിലേറ്റീവ്സ് ടു എ സീക്രട്ട് റൂം. എന്ത് ചെയ്തു, ഒരു സീക്രട്ട് റൂമിലേക്ക് ഈ മന്ത്രി അവരെ കൊണ്ടുപോയി. ഈ മന്ത്രി കൊണ്ടുപോയ അതിൻ്റെ അകത്ത് 100 ലോക്കേഴ്സ് ഉണ്ട്. അപ്പം 100 ലോക്കേഴ്സിൽ ഈ ലോക്കറിൻ്റെ പസിൽ സോൾവ് ചെയ്താലാണ് ലോക്കറിൻ്റെ നമ്പർ അറിയാൻ പറ്റുള്ളൂ. നമുക്ക് എല്ലാത്തിലും ഇപ്പോൾ ഒരു ബാഗ് ഫോറിൻ കൺട്രീസിലേക്കൊക്കെ ബാഗ് പോകണമെങ്കിലോ അത് സോൾവ് ചെയ്യാനായിട്ടൊരു നമ്പർ ഉണ്ടായിരിക്കില്ല. ആ നമ്പർ ടൈപ്പ് ചെയ്താൽ മാത്രമല്ലേ ആ ബാഗ് ഓപ്പൺ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഈ ലോക്കറിൻ്റെ കീ കണ്ടുപിടിച്ചാൽ മാത്രമാണ് ഇവർക്ക് ഈ ഫുൾ സ്വത്ത് കിട്ടുള്ളൂ. അപ്പം മിനിസ്റ്റർ അതിന് പ്രത്യേകത പറയുകയാണ്. ഈച്ച് പേഴ്സൺ ഈസ് അസൈൻഡ് എ നമ്പർ ഫ്രം 1 to 10, 1 to 100. ഓരോരുത്തർക്ക് ഓരോ നമ്പർ കൊടുത്തു, 1 മുതൽ 100 വരെയുള്ള നമ്പർ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. ആദ്യത്തെ ആള് എല്ലാ ലോക്കറും പോയി ഓപ്പൺ ചെയ്യണം. ഫസ്റ്റ് നിൽക്കുന്ന ആള് എല്ലാ ലോക്കറും പോയി ഓപ്പൺ ചെയ്യണം. രണ്ടാമത് നിൽക്കുന്ന ആള് രണ്ടാമത്തെ ലോക്കർ എന്ത് ചെയ്യണം, ഓപ്പൺ ആണെങ്കിൽ അത് ക്ലോസ് ചെയ്യണം, ക്ലോസ് ആണെങ്കിൽ ഓപ്പൺ ചെയ്യണം. പേഴ്സൺ 2 ടോഗിൾസ്, നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ചെയ്യണം. ഈ ചിപ്പി തുറന്നായിരിക്കണമെങ്കിൽ ചിപ്പി അടച്ചു വെക്കണം. 3 എന്ത് ചെയ്യണം, തേർഡ്, സിക്സ്ത്, 9th, മൂന്നാമത് നിൽക്കുന്ന എല്ലാ തേർഡ് ലോക്കർ എന്ത് ചെയ്യണം, ഓപ്പൺ ആണെങ്കിൽ അത് ക്ലോസ് ചെയ്യണം, ക്ലോസ് ആണെങ്കിൽ ഓപ്പൺ ചെയ്യണം. അപ്പൊ ഈ ആദ്യത്തെ ലോക്കർ എല്ലാം ഓപ്പൺ ചെയ്തു. രണ്ടാമത്തെ ലോക്കർ എന്ന് പറയുമ്പോൾ 2ന്റെ മൾട്ടിപ്പിൾ വരുന്നത് 2, 4, 6, 8 ഇങ്ങനെ വരുന്ന എല്ലാം എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. ഇപ്പൊ 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്ന എല്ലാം എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യും. മൂന്നാമത്തെ ആളെന്ന് പറയുമ്പോൾ 3, 6, 9 ഇതിൽ തേർഡ് ലോക്കർ ഓപ്പൺ ആയിട്ടായിരിക്കും ഇരിക്കണേ, അതെന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. ഇവിടെ 6th ലോക്കർ ഓൾറെഡി ക്ലോസ് ആണ്, അതെന്ത് ചെയ്യണം, ഓപ്പൺ ചെയ്യണം. അപ്പൊ 3ന്റെ ടേബിളിൽ വന്നത് ഓപ്പൺ ആണെങ്കിൽ ക്ലോസ് ചെയ്യണം, ക്ലോസ് ആണെങ്കിൽ ഓപ്പൺ ചെയ്യണം. 4ാമത്തെ ലോക്കറിന്റെ അകത്ത് എന്ത് ചെയ്യണം, 4ാമത്തെ ആള് വന്നിട്ട് 4ാമത്തെ ലോക്കർ ഇതുപോലെ തന്നെ 4ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 4, 8, 12 വന്നത് ഓപ്പൺ ആണെങ്കിൽ അത് ക്ലോസ് ചെയ്യണം, ക്ലോസ് ആണെങ്കിൽ ഓപ്പൺ ചെയ്യണം. അങ്ങനെ 100 പേരും 100ാമത്തെ ആക്കടെ ടേൺ വരുന്നത് വരെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. അതിന്റെ അവസാനം ചില ലോക്കേഴ്സ് മാത്രമേ ഓപ്പൺ ചെയ്തിരിക്കുന്നുള്ളൂ. ആ ഓപ്പൺ ചെയ്ത ലോക്കറിലാണ് എന്തുള്ളത്, അതിന്റെ കോഡ് ഇരിക്കുന്നത്. ആ കോഡ് കണ്ടുപിടിക്കണം. അപ്പൊ ഈ പ്രോസസ്സ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മോന് മനസ്സിലായി ഏത് ലോക്കറാണോ ഓപ്പൺ ചെയ്തിരിക്കുന്നതെന്ന്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ലാസ്റ്റ് പറയുന്നുണ്ട്, ഫൈൻഡ് ഔട്ട് ഹൗ മെനി ടൈംസ് ഈച്ച് ലോക്കർ ഈസ് ടോഗിൾഡ്. ഒരു ലോക്കറെ എത്ര വട്ടമാണ് ടോഗിൾ ചെയ്തിരിക്കുന്നത്, ഓപ്പണും ക്ലോസും ചെയ്തിരിക്കുന്നതെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ അതിലൊരു കണ്ടീഷൻ പറയുകയാണ്, ഇഫ് എ ടോഗ്ലർ ടോഗ്ഡ് ആൻ ഓഡ് നമ്പർ ഓഫ് ടൈംസ്, ഓഡ് നമ്പർ ഓഫ് ടൈംസ് ആണ് അത് ടോഗിൾ ചെയ്തിരിക്കുന്നെങ്കിൽ അതെങ്ങനെയായിരിക്കും, ഓപ്പൺ ആയിരിക്കും.
ഈവൻ നമ്പർ ആണ് വരുന്നതെങ്കിൽ അത് എന്തായിരിക്കും? ക്ലോസ്ഡ് ആയിരിക്കും. അതാണ് അതിന്റെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്പർ ഓഫ് ടൈംസ് എ ലോക്കർ ഈസ് ടോൾഡ് ഈസ് സെയിം ആസ് ദ നമ്പർ ഓഫ് ഫാക്ടർ ഓഫ് ദ ലോക്കർ നമ്പർ. എത്ര തവണയാണോ അത് ടോഗിൾ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് അത് ആരോട് ഈക്വൽ ആണ്? അതിന്റെ ഫാക്ടറിനോട് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇപ്പോൾ 1 എന്ന് പറയുന്ന ഓഡ് നമ്പർ ആയതുകൊണ്ട് അത് ഓപ്പൺ ആയിരിക്കും. 2 എന്ന് പറയുന്ന ഈവൻ നമ്പർ ആണ്, അത് തന്നെ 2ന്റെ മൾട്ടിപ്പിൾസ് വരുന്ന എല്ലാം എന്തായിരിക്കും? അതെല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. ഇനി 3 എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ്, അതിന്റെ എല്ലാം എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. അങ്ങനെയായിരിക്കും വന്നത്. ഇനി ഇപ്പൊ ലോക്കർ സിറ്റ്സ് അത് ഓപ്പൺ ആണോ ക്ലോസ് ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ അതിന്റെ ഫാക്ടേഴ്സ് നോക്കി വെച്ചാൽ മതി. അപ്പൊ ആദ്യത്തെ ഫസ്റ്റ് ആൾ എന്ത് ചെയ്തു? ഓപ്പൺ ചെയ്തു. രണ്ടാമത്തെ ആൾ എന്ത് ചെയ്തു? രണ്ടാമത്തെ ഇത് ഓപ്പൺ ആയിട്ടാണ് വന്നത്. രണ്ടാമത്തെ ആൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്നത് 2, 4, 6 ഇതെല്ലാം ആൾ എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യും. ഈ ലോക്കർ തന്നെ എല്ലാം ക്ലോസ് ചെയ്യും. മൂന്നാമത്തെ ആൾ പോയിട്ട് എന്ത് ചെയ്യും? 3, 6, 9, 12 ഇതൊക്കെ എന്ത് ചെയ്യും? ഓപ്പൺ ചെയ്യും. ഈ നമ്പർ വരുന്നതെല്ലാം എന്ത് ചെയ്യും? ക്ലോസ് ആയിട്ടുള്ളത് ഓപ്പൺ ചെയ്യും. ഇനി 4ന്റെ ടേബിൾ നോക്കുമ്പോൾ നോക്കിക്കേ. അപ്പൊ 6ന്റെ ഫാക്ടേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. 2, 4, 6 അതിൽ 6 വന്നു. 6 വന്നപ്പോൾ അത് ക്ലോസ് ആയി. ഇവിടെ 6 വന്നപ്പോൾ എന്തായി? ഓപ്പൺ ആയി. ഇനി 4ന്റെ ടേബിൾ നോക്കുക. 4ന്റെ ടേബിളിൽ വരുമ്പോൾ 4, 8, 12 അതിൻ്റെ അകത്ത് 6 വന്നില്ല. അപ്പൊ അതിൽ ഒന്നും മാറ്റം വരുന്നില്ല. ഇനി 5ന്റെ ടേബിൾ നോക്കുക. 5ന്റെ ടേബിളിൽ 5, 10, 15 അതിൻ്റെ അകത്തും 6 വരുന്നില്ല. അപ്പോഴും അത് ഓപ്പൺ ആയിട്ട് തന്നെ ഇരിക്കണേ. 6ന്റെ ടേബിൾ എടുക്കുക. 6ന്റെ ടേബിളിൽ 6, 12 ഒന്നും വരും. അപ്പൊ ഇതെന്ത് ചെയ്യും? 6 എന്ന് പറയുന്നത് എന്തായിരിക്കും അവിടെ വന്നത്? ക്ലോസ് ആയിട്ടായിരിക്കും വന്നെ. അപ്പൊ 6 എന്ന് പറയുന്ന ഈവൻ നമ്പർ ആണ്, അതെന്തായിരിക്കും? ക്ലോസ് ആയിരിക്കും. അപ്പൊ പേഴ്സൺ 6 വരുന്നത് എന്ത് ചെയ്യും? ആ ബോക്സ് ക്ലോസ് ചെയ്തിട്ടു. അത് നമുക്ക് ഫാക്ടേഴ്സ് വെച്ച് കണ്ടുപിടിക്കാം. അതായത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 6ന്റെ ഫാക്ടേഴ്സ് നമുക്കറിയാം. 6 ഏതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്? 1ഉം 6ഉം 2ഉം 3ഉം. അപ്പൊ അതിന് 4 ഫാക്ടേഴ്സ് ആണുള്ളത്. 1, 2, 3, 6. ഫാക്ടേഴ്സ് ഈവൻ ആണെങ്കിൽ അത് എന്തായിരിക്കും? ക്ലോസ്ഡ് ആയിരിക്കും. ഇഫ് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഈസ് ഈവൻ ദെൻ ദ ലോക്കർ വിൽ ബി ഈവൻ നമ്പർ ഓഫ് പീപ്പിൾ. ഈവൻ നമ്പർ ഓഫ് പീപ്പിൾ ആയിരിക്കും അത് തുറന്നിരിക്കണത്. അതെങ്ങനെയായിരിക്കും? അത് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പൊ ഫാക്ടേഴ്സ് ഈവൻ ആയിട്ട് വരുവാണെങ്കിൽ അതെന്തായിരിക്കും? അത് ക്ലോസ്ഡ് ആയിരിക്കും. ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആണെങ്കിൽ അതെന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. ഇനി ഇതിൻ്റെ അകത്തൊരു പാർട്ട്ണർ ഫാക്ടറിനെ പറ്റി പറയുന്നുണ്ട്. പാർട്ട്ണർ ഫാക്ടർ എന്ന് പറയുന്നത് നോട്ട് ദാറ്റ് ഈച്ച് ഫാക്ടർ ഓഫ് എ നമ്പർ ഹാസ് എ പാർട്ട്ണർ ഫാക്ടർ. എല്ലാ നമ്പറിനും എല്ലാ ഫാക്ടറിനും ഒരു പാർട്ട്ണർ ഉണ്ടായിരിക്കും. പ്രോഡക്റ്റ് ഓഫ് ദ പെയർ ഓഫ് ഫാക്ടേഴ്സ് ഈൽസ് ദ ഗിവൺ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1ഉം 6ഉം 1ന്റെ പാർട്ട്ണർ ആണ് 6, 2ന്റെ പാർട്ട്ണർ ആണ് 3. അപ്പൊ 1ഉം 6ഉം കൂടി എന്ത് ചെയ്യും? ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യും. അതുപോലെ തന്നെ 2ഉം 3ഉം കൂടി അനദർ പെയർ പാർട്ട്ണർ ഫോം ചെയ്യും. അപ്പൊ 1നെ ആരാണോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 കിട്ടേണ്ടത് അതായിരിക്കും അതിന്റെ പാർട്ട്ണർ എന്ന് പറയുന്നത്. 2ഉം 3ഉം അടുത്ത പാർട്ട്ണർ ആയിട്ട് വരും. ഡസ് എവറി നമ്പർ ഹാവ് ആൻ ഈവൻ നമ്പർ ഓഫ് ഫാക്ടർ? ഈവൻ നമ്പർ ഓഫ് ഫാക്ടർ ആണോ എപ്പോഴും വന്നത്? അല്ല, ചിലതിന് ഓഡ് നമ്പർ ഓഫ് ഫാക്ടറും വരും. ഫോർ എക്സാമ്പിൾ 1ന് ഒരേ ഒരു ഫാക്ടർ ഉള്ളൂ, 1 മാത്രം. അപ്പൊ അതെന്ന് പറയുന്നത് എന്തായിട്ട് മാറി? ഓഡായിട്ട് മാറി. 4ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 1 times 4 എന്ന് പറയുമ്പോൾ ഇവിടെ 2 ഫാക്ടർ കിട്ടി. പിന്നെ 2 times 2 എന്ന് പറയുന്ന ഒരേ ഒരു ഫാക്ടറേ ഉള്ളൂ. അപ്പൊ ടോട്ടൽ എത്ര ഫാക്ടറായി? 3 ഫാക്ടറായി. 3 ഫാക്ടർ എന്ന് പറയുമ്പോൾ അത് ഏതാണ്? ഓഡാണോ അല്ല. അതുപോലെ തന്നെ 9ന്റെ ഫാക്ടേഴ്സ് എടുക്കുമ്പോൾ 1ഉം 9ഉം വരും, പിന്നെ 3ഉം വരും. അപ്പൊ 1, 3, 9 എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്തേ ഉള്ളൂ? ഓഡ് നമ്പേഴ്സ് ഓഫ് ഫാക്ടേഴ്സേ ഉള്ളൂ. അപ്പൊ ഇതും എങ്ങനെയായിരിക്കും? ഓഡായിരിക്കും. ഓഡായതുകൊണ്ട് അത് ഓപ്പൺ ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്കൊരു പ്രത്യേകത കാണാൻ പറ്റും. ക്യാൻ യു സീ ദിസ് ഇൻസൈറ്റ് ടു ഫൈൻഡ് മോർ നമ്പേഴ്സ് വിത്ത് ആൻ ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ്? ഈ ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് വന്നതിൽ ഒരു പ്രത്യേകതയുണ്ട്. അതെല്ലാം എന്തായിരിക്കും? സ്ക്വയർ നമ്പേഴ്സ് ആയിരിക്കും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 36 എന്ന് പറയുന്ന ആരൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്? 6ഉം 6. അപ്പൊ 36ന്റെ ഫാക്ടേഴ്സ് എഴുതി കഴിഞ്ഞാൽ 1ഉം 36ഉം കിട്ടും. പിന്നെ കിട്ടുന്നത് 2ഉം 18ഉം കിട്ടും. പിന്നെ കിട്ടുന്നത് 3ഉം 12ഉം കിട്ടും. 4ഉം 9ഉം കിട്ടും. ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 36 കിട്ടുന്നത്. പിന്നെ 6ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 36 കിട്ടും. ഈ 2 6ൽ നിന്ന് എന്ത് എഴുതി വെച്ചാൽ മതി? ഒരു 6 എഴുതി വെച്ചാൽ മതി. അപ്പൊ ഈ 1ഉം 36 എന്ന് പറയുന്ന പാർട്ട്ണർ ഫാക്ടർ ആണ്. 2ഉം 18ഉം 3ഉം 12ഉം 4ഉം 9. ഇതൊക്കെ ഈവൻ ഫാക്ടർ ആണ് വന്നത്. പക്ഷെ 6 വന്നപ്പോൾ എന്ത് പറ്റി? അത് ഓടായിട്ട് മാറി. കാരണം കൗണ്ട് ചെയ്തേ 1, 2, 3, 4, 5, 6, 7, 8. പക്ഷെ ഇവിടെ വന്നപ്പോൾ 9 ആയി. 9 എന്ന് പറയുന്ന ഓഡ് നമ്പർ ആണ്. ഓഡ് ഫാക്ടേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് എഴുതി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ നമ്പേഴ്സിനാണ് ഓഡ് ഫാക്ടേഴ്സ് വന്നത്. 1 × 1, 2 × 2, 3 × 3, 4 × 4, 5 × 5. ഇപ്പൊ 25 എടുത്തു കഴിഞ്ഞാൽ അതും എന്തായിരിക്കും? ഓഡായിരിക്കും വരുന്നത്. ഓഡായതുകൊണ്ട് അത് ഓപ്പൺ ആയിട്ടായിരിക്കും വരുന്നത്. എ നമ്പർ ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ പ്രോഡക്റ്റ് ഓഫ് നമ്പർ വിത്ത് ഇറ്റ്സെൽഫ്
ആ നമ്പറിനെ വീണ്ടും ആ നമ്പറിനെ തന്നെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുമെങ്കിലാണ് അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത് സ്ക്വയർ നമ്പർ അല്ലെങ്കിൽ സ്ക്വയർ എന്ന് പറയുന്നത്. The only numbers that have an odd number of factors are squares. ഈ സ്ക്വയേഴ്സിന് മാത്രമേ എന്തുള്ളൂ ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉള്ളൂ. ബാക്കി എല്ലാത്തിനും എന്തായിരിക്കും ഈവൻ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആയിരിക്കും. 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ 4 സ്ക്വയർ 5 സ്ക്വയർ അങ്ങനെ, അല്ലെങ്കിൽ 1 4 9 25 36 ഇങ്ങനെ നമ്പേഴ്സിന് മാത്രമേ സ്ക്വയർ ആയിട്ട് വരുള്ളൂ, അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സ് ഓഫ് ഫാക്ടേഴ്സ് വരുള്ളൂ. ബാക്കി എല്ലാത്തിനും ഈവൻ നമ്പേഴ്സ് ഓഫ് ഫാക്ടേഴ്സ് ആയിരിക്കും വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. എവറി ലോക്കർ ഹൂസ് നമ്പർ ഈസ് എ സ്ക്വയർ വിൽ റിമെയിൻ ഓപ്പൺ. അപ്പൊ ഏതൊക്കെയായിരിക്കും ഓപ്പൺ ആയിട്ട് ഇരിക്കണേ? 1 എന്നുള്ള നമ്പർ, 4 എന്നുള്ള നമ്പർ, 9 എന്നുള്ള നമ്പർ, പിന്നെ 25 36 അങ്ങനെ എഴുതി ലാസ്റ്റ് 100 എന്ന് പറയുമ്പോൾ 10 സ്ക്വയർ അല്ലേ, അങ്ങനെ 10 നമ്പേഴ്സ് 10 ബോക്സസ് ഓപ്പൺ ആയിരിക്കും. 100 വരെ ഉള്ളതിൽ 10 ബോക്സസ് ഓപ്പൺ ആയിരിക്കും. അപ്പൊ ഈ ഓപ്പൺ ബോക്സിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പാസ്കോഡ് കിട്ടുള്ളൂ. അപ്പോൾ റൈറ്റ് ദെൻ ലോക്കർ നമ്പേഴ്സ് ദാറ്റ് റിമെയിൻ ഓപ്പൺ. ഓപ്പൺ എന്ന് പറയുന്നത് സ്ക്വയർ നമ്പേഴ്സ് 1 4 9 അങ്ങനെ 100 വരെയുള്ള 10 ലോക്കേഴ്സ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇനി അപ്പം രാജകുമാരൻ എന്ത് ചെയ്യും, ഓടിപ്പോയി ആ 10 ലോക്കേഴ്സ് നോക്കി വെച്ചാൽ മതി. ഈ 10 ലോക്കേഴ്സിന്റെ അകത്ത് പാസ്കോഡ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പാസ്കോഡ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് 5 ലോക്കർ നമ്പേഴ്സ് ദാറ്റ് were touched exactly 2 times twice. ആ നമ്പേഴ്സിന്റെ പ്രത്യേകത, ഈ നമ്പേഴ്സിനെ 2 വട്ടം മാത്രമേ നമ്മൾ തുറന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ 2 വട്ടം മാത്രമേ നമ്മൾ ടച്ച് ചെയ്തിട്ടുള്ളൂ. ഒന്ന് ഓപ്പൺ ചെയ്ത് പിന്നെ ഒന്ന് ക്ലോസ് ചെയ്തു, അല്ലെങ്കിൽ ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്തു. ആദ്യം ഓപ്പൺ ആയതുകൊണ്ട് ക്ലോസ് ആയിരിക്കും തന്നെ. ഈ 2 നമ്പേഴ്സിനെ 2 പ്രാവശ്യം ടച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ആ നമ്പേഴ്സ് ഏതാണെന്ന് നോക്കാം. 2 നമ്പേഴ്സ് 2 പ്രാവശ്യം ടച്ച് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രൈം നമ്പേഴ്സ് ആയിരിക്കും. കാരണം പ്രൈം നമ്പേഴ്സിന്റെ ഫാക്ടർ എന്ന് പറയുമ്പോൾ, ഇപ്പം 2 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പറാണ്. പ്രൈം നമ്പേഴ്സിന്റെ ഫാക്ടർ 1ഉം 2ഉം. പിന്നെ 3 എന്ന് പറയുന്ന അടുത്ത പ്രൈം നമ്പറാണ്. അതിന്റെ ഫാക്ടർ 1ഉം 3ഉം. 2 പ്രാവശ്യം അതിനെ ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ 5ന്റെ പ്രൈം നമ്പർ എന്ന് ആയതുകൊണ്ട് അതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 1ഉം 5ഉം. പിന്നെ 7ന്റെ എന്ന് പറയുമ്പോൾ 1ഉം 7ഉം. പിന്നെ പ്രൈം നമ്പർ തന്നെ 11 ആണ്. അപ്പോൾ 1ഉം 11ഉം. ഈ 5 ലോക്കറിൽ നിന്ന് ആദ്യത്തെ 5 ലോക്കറാണ് പറഞ്ഞത്. അപ്പം ഇത്രയും തുറന്നു കഴിഞ്ഞിട്ട് ആദ്യത്തെ ഫസ്റ്റ് 5 ലോക്കർ നമ്പറിൽ അത് 2 പ്രാവശ്യം ടച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഏതൊക്കെയായിരിക്കും 2 പ്രാവശ്യം ടച്ച് ചെയ്യുന്ന നമ്പേഴ്സ്? 2 3 5 7 11. അപ്പോൾ ആ ലോക്കറിന്റെ കോഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 3 5 7 11 ആയിരിക്കും. 2 പ്രാവശ്യം ടച്ച് ചെയ്യുന്നത് ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ 1 മുതൽ 100 വരെയുള്ള ആ ബോക്സസ് 1 4 9 സ്ക്വയർ നമ്പേഴ്സ് വരുന്ന ബോക്സസ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പാസ്കോഡാണ്. ആദ്യത്തെ 5 ലോക്കേഴ്സ് നോക്കുക. ആ 5 ലോക്കേഴ്സിന്റെ പ്രത്യേകത അതിനെ 2 പ്രാവശ്യം മാത്രമേ ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതായിരിക്കും ലോക്കർ. ഇത് ചുമ്മാ ഒരു സ്ക്വയർ നമ്പറിനെ പറ്റി പറയാൻ വേണ്ടി ഉപയോഗിച്ചേക്കുന്നതാണ്. ഇനി അടുത്തതാണ് സ്ക്വയർ നമ്പർ. എന്തുകൊണ്ടാണ് ഈ നമ്പേഴ്സിനെ സ്ക്വയേഴ്സ് എന്ന് വിളിക്കുന്നത്? കാരണം ഈ നമ്പേഴ്സിനെ സെയിം നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്കിത് കിട്ടുന്നത്. ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്ന സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ തന്നെ. അപ്പം ഇവിടുത്തെ ലെങ്ത്തും ഇവിടുത്തെ വിഡ്ത്തും അത് രണ്ടും കൂടി ഒരുമിച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്കൊരു സ്ക്വയർ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ലെങ്ത്തും വിഡ്ത്തിനും പകരം നമ്മൾ സൈഡും സൈഡുമാണ് എടുക്കുന്നത്. ഇവിടെ കൗണ്ട് ചെയ്ത് നോക്കുക. 1 2 3 4 5. ഇവിടെ 5 സ്ക്വയേഴ്സ് ആണ് ഉള്ളത്. ഇവിടെ കൗണ്ട് ചെയ്യുക. 1 2 3 4 5. 5 സ്ക്വയേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ ടോട്ടൽ എത്ര സ്ക്വയേഴ്സ് ആണ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തേച്ചാൽ മതി? ഇതും കൂടി മൾട്ടിപ്ലൈ ചെയ്തേച്ചാൽ മതി. 25 സ്ക്വയേഴ്സ് ആണ് കിട്ടും. അപ്പൊ ഇത് 1 2 3 4 5 പിന്നെ 10 15 20 25. അപ്പൊ ഏരിയ ഓഫ് എ സ്ക്വയർ കണ്ടുപിടിക്കാം. അപ്പം സൈഡ് ലെങ്ത് തന്നിട്ടുണ്ടെങ്കിൽ ഏരിയ ഓഫ് എ സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തേച്ചാൽ മതി? ആ നമ്പറിനെ തന്നെ മൾട്ടിപ്ലൈ ചെയ്തേച്ചാൽ മതി. 1 × 1 എന്ന് പറയുന്നതാണ് 1 സ്ക്വയർ, അത് 1. 2 × 2 എന്ന് പറയുന്നത് 2 സ്ക്വയർ 4. 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25. അപ്പൊ ഏതൊരു നമ്പറിനെയും സെയിം നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? n സ്ക്വയറിന് എഴുതാൻ പറ്റും. നമ്മൾ n സ്ക്വയർഡ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ n സ്ക്വയർ എന്ന് വിളിക്കാം. ഇനി വി ഹാവ് എ സ്ക്വയർ ഓഫ് എ സൈഡ് ലെങ്ത് 3/5. 3/5 ആണ് ഒരു സൈഡിന്റെ ലെങ്ത്, അല്ലെങ്കിൽ 2.5 ആണ് ലെങ്ത്. അങ്ങനെയാണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 3/5 നമ്മൾ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. 3/5 × 3/5. അപ്പൊ 3 × ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 3 എന്ന് പറയുമ്പോൾ 9 കിട്ടും. 5 × 5 എന്ന് പറയുമ്പോൾ 25 കിട്ടും. അതുപോലെ തന്നെ 2.5 ആണ് സൈഡെങ്കിൽ അതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? 2.5 × 2.5 ചെയ്യാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? 25 × 25 ചെയ്യുക. 25 × 25 എന്ന് പറയുമ്പോൾ 625. ഇനി ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ്, ഇവിടെയും പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ്, മൊത്തം 2 ഡിജിറ്റ് ലെഫ്റ്റിലേക്ക് മാറിയിട്ട് വേണം പോയിന്റ് ഇടാൻ. അപ്പൊ ആൻസർ വരുമ്പോൾ 6.25.
The squares of natural numbers are called perfect squares. Perfect squares എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സിന്റെ എല്ലാത്തിൻ്റെയും സ്ക്വയേഴ്സ് എടുക്കുകയാണ്. 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, അതെല്ലാം നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പം നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയർ എടുക്കുന്നതിനെയാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആയിട്ട് വരുന്നത് 1, 4, 9, 16, 25. ഇനി പാറ്റേൺ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് പെർഫെക്റ്റ് സ്ക്വയർ. ഈ പെർഫെക്റ്റ് സ്ക്വയേഴ്സിന് ഒരു പാറ്റേൺ ആണ്. ആദ്യത്തെ 30 നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. ഒരു ആദ്യത്തെ 20 നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുവാണെങ്കിൽ അത് എളുപ്പമായിരിക്കും നമുക്ക് എക്സാമിന് ചെയ്യാനായിട്ട്. സിക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 36, അടുത്തത് 49, പിന്നെ 64, പിന്നത്തെ 81, പിന്നത്തെ 100. 12ന്റെ സ്ക്വയർ എഴുതുമ്പോൾ 144, 169, 196, 225, 256, 289, 324, 361, 400. 22 സ്ക്വയർ എന്ന് പറയുമ്പോൾ 484, 529, 576, 625, 676, 729, 784, 841, 900. ഇനി ഇതിൻ്റെ അകത്ത് ചോദിച്ചിട്ടുണ്ട് വാട്ട് പാറ്റേൺ ഡു യു നോട്ടീസ്. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും പാറ്റേൺ കാണാൻ പറ്റുന്നുണ്ടോ? അതിൻ്റെ ഒബ്സർവേഷൻസ് നോക്കിയിട്ട് പറയാം. ഇവിടെ നമുക്ക് എല്ലാത്തിൻ്റെയും വൺസ് ഡിജിറ്റ് നോക്കുമ്പോൾ 14965, പിന്നെ നോക്കിക്കേ 69410, പിന്നെ അതുപോലെ തന്നെ 14965, 69410 എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും വൺസ് ഡിജിറ്റിൽ ഏതൊക്കെയാണ് വന്നെ? 0 ഉണ്ട്, 1 ഉണ്ട്, 4 ഉണ്ട്, 9 ഉണ്ട്, 6 ഉണ്ട്, 5 ഉണ്ട്. ഒരു ഓർഡറിൽ എഴുതിയ 0, 1, 4, 5, 6, 9. എല്ലാ സ്ക്വയർ നമ്പേഴ്സിൻ്റെയും വൺസ് ഡിജിറ്റ് അല്ലെങ്കിൽ ലാസ്റ്റിലെ എൻഡിലെ ഡിജിറ്റിൽ 0, 1, 4, 5, 6, 9 ആണുള്ളത്. അതിൻ്റെ ഒന്നിൻ്റെ എൻഡിൽ എന്തില്ല? 2 ഇല്ല, 3 ഇല്ല, 7 ഇല്ല, 8 ഇല്ല. ഈ നമ്പേഴ്സ് ഒറ്റ സ്ക്വയർ, ഒരു നമ്പർ സ്ക്വയർ ചെയ്യുമ്പോഴും അതിൻ്റെ എൻഡ് ഡിജിറ്റ് ആയിട്ട് വരുന്നില്ല. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പാറ്റേൺ. എല്ലാ നമ്പേഴ്സിലും എൻഡ് ചെയ്യുന്ന ഏതൊക്കെയാണ്? 0, 1, 4, 5, 6 or 9 വെച്ചാണ്. പക്ഷെ ഒന്നിലും എന്ത് എൻഡ് ചെയ്യുന്നില്ല? 2, 3, 7, 8 എൻഡ് ചെയ്യുന്നില്ല. ഇഫ് എ നമ്പർ ends in 0, 1, 4, 5, 6 or 9, is it always a square? എപ്പോഴും അത് സ്ക്വയർ ആണെന്ന് പറയാൻ പറ്റും. നോക്കുവാണ് ഇപ്പോൾ 36ന്റെ ഇത് നോക്കുവാണെങ്കിൽ നമുക്ക് ഇതെന്ന് പറയുന്നത് 6 സ്ക്വയർ ആണ്. പിന്നെ ഇപ്പം 196 എടുക്കുവാണെങ്കിൽ അതെന്ന് പറയുന്നത് 14 സ്ക്വയർ ആണ്. പക്ഷെ നമ്മൾ 26 ഒന്ന് എടുത്ത് നോക്കിക്കേ. 26ന്റെ എൻഡ് ഡിജിറ്റ് 6 ആണ്. പക്ഷെ അത് ഏതെങ്കിലും നമ്പറിന്റെ സ്ക്വയർ ആയിട്ട് വരുന്നുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ 6 എന്ന് പറയുന്ന ഒരു നമ്പർ സെയിം നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടുന്നില്ല. 16ഉം 36ഉം ബോത്ത് സ്ക്വയേഴ്സ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ലാസ്റ്റത്തെ ഡിജിറ്റ് 6ഉം ആണ് വന്നത്. പക്ഷെ 26ന്റെ കേസിലും 6ന്റെ കേസിലും അതെന്തല്ല? സ്ക്വയർ അല്ല. അതുപോലെ തന്നെ നമുക്കൊരു ഒറ്റയടിക്ക് നോക്കിയിട്ട് ഇതിൻ്റെ വൺസ് ഡിജിറ്റ് മാത്രം നോക്കിയിട്ട് ഇത് സ്ക്വയർ നമ്പർ ആണോ എന്ന് നമുക്ക് പറയാനും പറ്റില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് തർപ്പിച്ചു പറയാം, ലാസ്റ്റത്തെ ഡിജിറ്റ് 2, 3, 7, 8 വരികയാണെങ്കിൽ അതൊരിക്കലും എന്താവില്ല? സ്ക്വയർ നമ്പർ ആവില്ല. ഒരു കാര്യം സംഭവിക്കില്ല എന്ന് പറയാം, പക്ഷെ മറ്റേത് സംഭവിച്ചോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 6 എന്ന് പറയുന്ന നമ്പർ ഇപ്പോൾ 26 അല്ലെങ്കിൽ 6 വന്നു എന്ന് കരുതി നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അത് സ്ക്വയർ നമ്പർ ആണെന്ന് പറയാൻ പറ്റില്ല. ഇനി write 5 numbers such that you can determine by looking at the unit digit that are not squares. ഏതെങ്കിലും 5 നമ്പേഴ്സ് പറയാൻ പറ്റുമോ? ഇപ്പോൾ 1 സ്ക്വയർ, 9 സ്ക്വയർ, 11 സ്ക്വയർ, 19 സ്ക്വയർ, 21 സ്ക്വയർ, 29 സ്ക്വയേഴ്സ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ എൻഡ് ഡിജിറ്റ് നോക്കുമ്പോൾ നമുക്ക് തന്നെ ഇതിൻ്റെയൊക്കെ സ്ക്വയറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണ്? 1 ആണ് വന്നത്. 1 സ്ക്വയർ എന്ന് പറയുന്നത് 1, 9 സ്ക്വയർ എന്ന് പറയുമ്പോൾ 81ന്റെ എൻഡ് ഡിജിറ്റ് 1, 11 സ്ക്വയർ എന്ന് പറയുമ്പോൾ 121, അവിടെയും 1 തന്നെ. എല്ലാത്തിൻ്റെ ഈ നമ്പേഴ്സിൻ്റെ എല്ലാത്തിൻ്റെ എൻഡ് ഡിജിറ്റ് ഇത് തന്നെയാണ്, അല്ലെങ്കിൽ വൺസ് ഡിജിറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എത്ര തന്നെയാണ് വന്നത്? 1 തന്നെയാണ് വന്നത്. ഇപ്പോൾ 31 സ്ക്വയർ എടുത്താലും 39 സ്ക്വയർ എടുത്താലും ഇതിൻ്റെയൊക്കെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും വന്നത്? 1 തന്നെയായിരിക്കും വരുന്നത്. അപ്പം 1ഓ 9ഓ യൂണിറ്റ് പ്ലേസ് ആയിട്ട് വരുമ്പോൾ അതിൻ്റെ എൻഡിൽ എന്ത് തന്നെയായിരിക്കും? സ്ക്വയർ എൻഡ് ചെയ്യുന്ന ഏരിയ തന്നെയായിരിക്കും 1 തന്നെയായിരിക്കും. അതുപോലെ തന്നെ ചില നമ്പേഴ്സിന് പ്രത്യേകതയുണ്ട്.
സിറ്റ്സും സിറ്റ്സ് എന്ന് പറയണത് 4ഉം 6ഉം 4ൻ്റെയും 6ൻ്റെയും സ്ക്വയർ നമ്പേഴ്സിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എൻഡിങ് ഡിജിറ്റ് എന്ന് പറയുന്നത് 6 ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ 2ഉം 8ഉം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടിൻ്റെ എൻഡിങ് ഡിജിറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 4 ആയിരിക്കും. 2 സ്ക്വയർ 4, 8 സ്ക്വയർ 64, 64ൻ്റെ 4. അപ്പോൾ നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു പാറ്റേൺ പോലെ 1ഉം 9ഉം ഈ രണ്ട് നമ്പേഴ്സ് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടണേ? 1 ആയിരിക്കും കിട്ടണേ. 2ഉം 8ഉം അത് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എൻഡിങ് ഡിജിറ്റ് എത്രയായിരിക്കും തന്നെ നോക്കിക്കാം? 4, 4. ഇനി 3ഉം 7ഉം 3 സ്ക്വയർ 9, 7 സ്ക്വയർ 49. അതിൻ്റെ എൻഡിങ് ഡിജിറ്റ് ഏത് തന്നെയായിരിക്കും? 9 തന്നെയായിരിക്കും. ഇനി 4ഉം 6ഉം 4 സ്ക്വയർ 16, 6 സ്ക്വയർ 36. ഇതിൻ്റെ രണ്ടിൻ്റെ എൻഡിങ് ഡിജിറ്റ് എന്ത് തന്നെയായിരിക്കും വന്നത്? 6 തന്നെയായിരിക്കും വന്നത്. 5ൻ്റെ എല്ലായ്പ്പോഴും എൻഡിങ് ഡിജിറ്റ് ഏത് തന്നെയായിരിക്കും വന്നത്? യൂണിറ്റ് ഡിജിറ്റ് 5 തന്നെയായിരിക്കും. 0യുടെയും യൂണിറ്റ് ഡിജിറ്റ് 0 തന്നെയായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ നോക്കുക, ഇൻക്രീസിങ് ഓർഡറിൽ 1, 2, 3, 4, 5. പിന്നെ വരുമ്പോൾ എന്ത് വരും? പിന്നെ പുറകോട്ടേക്ക് പോകും. 6, 7, 8, 9. ഇതിൻ്റെ ഓർഡർ എങ്ങനെയാണ് വന്നത്? 1, 4, 9, 6, 5, 0. 1, 9 കൊടുക്കുമ്പോൾ 1 അല്ലെങ്കിൽ ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടുക എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കും. അങ്ങനെ വരുമ്പോഴും നമുക്ക് എന്ത് തന്നെയായിരിക്കും വരുന്നത്? ആ നമ്പേഴ്സിൻ്റെ ഒക്കെ സ്ക്വയർ എടുത്തു കഴിയുമ്പോൾ നമുക്കിടെ യൂണിറ്റ് ഡിജിറ്റ് എപ്പോഴും സെയിം തന്നെയായിരിക്കും വന്നത്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഹാവ് ദ ഡിജിറ്റ് 6 ഇൻ ദ യൂണിറ്റ് പ്ലേസ്? യൂണിറ്റ് പ്ലേസിൽ 6 തന്നെ ആർക്കൊക്കെയാണ്? ഈ 38 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1444. 34 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1156. ഇതിൻ്റെ സ്ക്വയർ വരുമ്പോൾ 2116. 56 സ്ക്വയർ എന്ന് പറയുമ്പോൾ 3136. 74 സ്ക്വയർ എന്ന് പറയുമ്പോൾ 5476. 82 സ്ക്വയർ എന്ന് പറയുമ്പോൾ 6724. ഇത് കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യമില്ല, നമ്മൾ നോക്കി വെച്ചാൽ മതി. 8ൻ്റെ സ്ക്വയർ 64, അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 4. 4ൻ്റെ സ്ക്വയർ 60, യൂണിറ്റ് ഡിജിറ്റ് 6. 6ൻ്റെ സ്ക്വയർ 36, യൂണിറ്റ് ഡിജിറ്റ് 6. 6ൻ്റെ സ്ക്വയർ 36, യൂണിറ്റ് ഡിജിറ്റ് 6. 4ൻ്റെ സ്ക്വയർ 16, യൂണിറ്റ് ഡിജിറ്റ് 6. 2ൻ്റെ സ്ക്വയർ 4. അപ്പോൾ ഏതിനൊക്കെ 6 വന്നോളൂ? സെക്കൻഡ് ബിറ്റ്, തേർഡ് ബിറ്റ്, ഫോർത്ത് ബിറ്റ്, ഫിഫ്ത്ത് ബിറ്റ്. ഈ നമ്പേഴ്സിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ആണ് 6 വന്നത്. ഇനി നമുക്ക് കുറച്ച് വേറെ ഒരു പാറ്റേണും കൂടി കണ്ടുപിടിക്കാം. ഈ സീറോസ് നോക്കുമ്പോൾ ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ട്. 10ൻ്റെ സ്ക്വയർ 0, 20യുടെ സ്ക്വയർ 400. അപ്പം നമ്മൾ എന്ത് ചെയ്ത് വെച്ചാൽ ഈ ഡിജിറ്റിൻ്റെ സ്ക്വയർ എടുക്കുക. 4ൻ്റെ സ്ക്വയർ 40 സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇത് മിസ്റ്റേക്ക് ഉണ്ട്. 14 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1600 ആണ് വന്നത്. 4ൻ്റെ സ്ക്വയർ 60. ഇനി 0 2 വട്ടം എടുക്കും. സ്ക്വയർ എടുക്കുമ്പോൾ 0 എപ്പോഴും 2 വട്ടമാണ്. ഒരു 0 ആണെങ്കിൽ അത് എത്ര 0 ആയിട്ട് മാറും? 2 0 ആയിട്ട് മാറും. ഇനി 2 സീറോസിൻ്റെയാണ് സ്ക്വയർ എടുക്കണമെങ്കിൽ നമുക്ക് എത്ര സീറോസ് വരും? 4 സീറോസ് വരും. 9ൻ്റെ സ്ക്വയർ 81. ഇവിടെ 2 സീറോസ് ഉള്ളതുകൊണ്ട് 4 സീറോസ് ആയിരിക്കും വന്നത്. ഇവിടെയും 0യുടെ മിസ്റ്റേക്ക് ഉണ്ട്. 2 സീറോസ് എടുക്കുമ്പോൾ 4 സീറോസ് ആണ് സ്ക്വയർ ആയിട്ട് വന്നത്. ഇഫ് എ നമ്പർ കണ്ടെയ്ൻ 3 സീറോസ് അറ്റ് ദ എൻഡ്. ഇപ്പോൾ ഒരു നമ്പറിൻ്റെ 3 സീറോസ് വരുവാണ്. അങ്ങനെയാണെങ്കിൽ എത്ര സീറോസ് ഉണ്ടായിരിക്കും? 3യുടെ ട്വൈസ് എടുക്കണം. 3യുടെ ട്വൈസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് 6 സീറോസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ 5 സീറോസ് ആണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് ലാസ്റ്റ് ഡിജിറ്റിൽ എത്ര സീറോസ് ഉണ്ടായിരിക്കും? 10 സീറോസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് ട്വൈസ് ആയിട്ടായിരിക്കും വരുന്നത്. ഇതിപ്പോൾ ഓഡ് നമ്പർ ആണെങ്കിൽ ഈവൻ നമ്പർ ആണെങ്കിലും 3 സീറോസ് വന്നാലോ 2 സീറോസ് വന്നാലോ എപ്പോഴും അത് ഈവൻ നമ്പർ ഓഫ് സീറോസ് ആയിരിക്കും സ്ക്വയർ ചെയ്യുമ്പോൾ എൻഡിൽ വരുന്നത്. 3 സീറോസ് ആണെങ്കിൽ 6 സീറോസ്, 2 സീറോസ് ആണെങ്കിൽ 4 സീറോസ് ആയിരിക്കും എൻഡിൽ വരുന്നത്. വിൽ ദിസ് ഓൾവേസ് ഹാപ്പൻ? എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. ക്യാൻ വി സേ ദാറ്റ് സ്ക്വയർ ക്യാൻ only have an even number of zeros at the end? സ്ക്വയേഴ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും എന്ത് തന്നെയേ വരുള്ളൂ? ഈവൻ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് മാത്രമേ അതിൻ്റെ അകത്ത് വരുള്ളൂ. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ് ഓഡ് നമ്പേഴ്സ് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ പോർഷനായിട്ട് പാർട്ട് 2ഉം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് എല്ലാവരും കാണുക. താങ്ക് യു.